ജോർജ് പൊടിപാറ, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയത് UDF ആണ്. അതിനുശേഷം വലിയ തരത്തിലുള്ള കോലാഹലങ്ങൾ, എന്തുകൊണ്ട് LDFിൻ്റെ സ്ഥാനാർത്ഥി വൈകുന്നു എന്ന തരത്തിൽ വലിയ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു. മുരളീധരൻ്റെ പ്രസ്താവന അടക്കം നമ്മൾ കണ്ടതാണ്. ഇവിടെ ആദ്യം കരുക്കൾ നീക്കിയത് UDF ആണ്. പക്ഷേ ഇപ്പോൾ LDF ഒരു ചെക്ക് വെച്ചു. മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല UDFന്. നിലമ്പൂരിൽ അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജോർജ് പൊടിപാറ. ആദ്യം തന്നെ പറയട്ടെ, ഈ കോൺഗ്രസ് സഹയാത്രി എന്ന് പറ്റിയിട്ട് സാധാരണഗതിയിൽ ഞാൻ രാഷ്ട്രീയ നിരീക്ഷകൻ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലാണ് പൊതുവിൽ നടത്തുന്നത്. അപ്പൊ അതൊന്ന് മാറ്റുന്നത് നന്നായിരിക്കും. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ പറഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ആഹ്ലാദം എന്ന് പറയുന്നത് അതൊരു അന്തസ്സുള്ള രാഷ്ട്രീയ പോരാട്ടമായിട്ട് മാറുകയാണ്. അതായത് മുമ്പ് പലപ്പോഴും നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ പല കാരണങ്ങളാൽ ഇപ്പോൾ തൃക്കാക്കരയിലാണെങ്കിൽ അവിടെ PT തോമസിന്റെ മരണശേഷം വരുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടെ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഉമാ തോമസ് മത്സരിക്കുന്നു. പുതുപ്പള്ളിയിലാവട്ടെ അവിടെ ശ്രീ ഉമ്മൻചാണ്ടി, കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരിൽ ഒരാളായ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം, വേർപാടിന് ശേഷം വരുന്ന തെരഞ്ഞെടുപ്പ് അവിടെ മകൻ ചാണ്ടി ഉമ്മൻ സ്ഥാനാർത്ഥിയാകുന്നു. അതിനുശേഷം പാലക്കാടാണെങ്കിൽ പറഞ്ഞ പോലെ അവിടെ സിറ്റിംഗ് സീറ്റാണ് UDFന്റെ. അവിടെ ഷാഫി പറമ്പിൽ ലോക്സഭയിൽ മത്സരിച്ച ശേഷം വരുന്ന തെരഞ്ഞെടുപ്പ്. അവിടെ സത്യം പറഞ്ഞാൽ LDFും UDFും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടത്തിനപ്പുറത്ത് അവിടെ BJPയും UDFും തമ്മിലുള്ള ഒരു പോരാട്ടമായിട്ട് ആണ് കാലങ്ങളായിട്ട് അവിടെ നടക്കുന്നത്. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ കേരളത്തിലെ രണ്ട് വലിയ മുന്നണികൾ, രണ്ട് പ്രബല മുന്നണികൾ തന്നെ അവരൊരു രാഷ്ട്രീയമായിട്ട് നേട്ടങ്ങളും കോട്ടങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക മറ്റു രീതിയിൽ, അതായത് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇടതുമുന്നണി മത്സരിക്കുന്നു. അവരേറ്റവും മികച്ച അവരുടെ കൈവശമുള്ള അല്ലെങ്കിൽ ആ പാർട്ടിക്ക് മത്സരിപ്പിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അണിനിരത്തുന്നു. കേരളം മുഴുവൻ സ്വീകാര്യതയുള്ള പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗമായ സ്വരാജിനെ തന്നെ മത്സരരംഗത്തിറക്കുന്നു. മറുവശത്ത് UDF ആവട്ടെ, നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ വേണമെങ്കിൽ PV അൻവറിനെ അദ്ദേഹത്തിന്റെ എല്ലാ വ്യവസ്ഥകളോടെയും വേണമെങ്കിൽ സ്വീകരിച്ച് അദ്ദേഹം പറഞ്ഞ വകുപ്പ് ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ച് തെരഞ്ഞെടുപ്പ് വിജയം മാത്രം ലക്ഷ്യമിട്ടാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെങ്കിൽ PV അൻവറെ ചേർത്ത് നിർത്താം. വേണമെങ്കിൽ അദ്ദേഹം പറയുന്ന വ്യവസ്ഥകളൊക്കെ അംഗീകരിച്ച് അദ്ദേഹം പറയുന്ന പോലെ ഘടകകക്ഷിയാക്കി അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് കൊടുത്ത് അദ്ദേഹത്തിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് ഉറപ്പ് കൊടുത്ത് വേണമെങ്കിൽ മന്ത്രിസ്ഥാനം ഉറപ്പ് കൊടുത്തൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തെ കൂടെ നിർത്തി ഈ മത്സരം കുറച്ചുകൂടി വിജയ സാധ്യത കൂട്ടാമായിരുന്നു. അതല്ലല്ലോ UDF ചെയ്തത്. PV അൻവർ ഏതൊക്കെ വ്യവസ്ഥകൾ എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഇടതുമുന്നണി വിട്ടുപോകുന്നത്. ഇടതുമുന്നണിക്കെതിരെ സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്തു. പിണറായിസം, മരുമോനിസം, ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ച് കേരള സമൂഹത്തിന്റെ മുമ്പിൽ പല കാര്യങ്ങളും പറയാൻ പാടില്ലാത്തതും പറയാൻ പാടുള്ളൂ ഇങ്ങനെ പരിധി വിട്ട് സംസാരിച്ചപ്പോൾ അത് LDFന് എത്രത്തോളം അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു. അതേപോലെ തന്നെ UDFിൽ അവരുടെ UDF ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് VD സതീശനെ മാത്രം ഒറ്റപ്പെടുത്തി കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്ത് അദ്ദേഹത്തിനെ മാറ്റി നിർത്തണം, അല്ലെങ്കിൽ അദ്ദേഹമാണ് എല്ലാത്തിനും കുഴപ്പക്കാരൻ എന്ന് പറഞ്ഞ് UDFിൽ തന്നെ ഒരു വിള്ളലുണ്ടാക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ വിട്ടുവീഴ്ചയില്ലാതെ UDFിന്റെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാത്ത PV അൻവർ എന്ന് പറയുന്ന ആളെ എത്ര വലിയ വോട്ട് പിടിക്കാൻ ശേഷിയുള്ള ആളാണെങ്കിലും UDFിനെയും UDF സ്ഥാനാർത്ഥിയെയും UDFിന്റെ വ്യവസ്ഥകളും അംഗീകരിക്കാതെ PV അൻവറിന്റെ ഇവിടെ താങ്കൾ പറഞ്ഞ താങ്കൾ പറഞ്ഞു തുടങ്ങിയ ഒരു വാചകം തന്നെ ഞാൻ എടുക്കുകയാണ്. അന്തസ്സുള്ള ഒരു പോരാട്ടമാണ് അവിടെ നടക്കുന്നതാണ് താങ്കൾ പ്രയോഗിച്ചത്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയ ഒരു അന്തസ്സില്ലായ്മയെക്കുറിച്ച് നമ്മൾ പല ഘട്ടങ്ങളിൽ ചർച്ച ചെയ്തതാണ് ഈ വിഷയം. എങ്ങനെ അൻവർ എന്ന് പറയുന്ന LDFിൻ്റെ അതെ, ആ അന്തസ്സില്ലായ്മയിൽ നിന്ന് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നടക്കുന്ന അന്തസ്സല്ലാത്ത ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നതെന്നാണ് ഏറ്റവും വലിയ പ്രശ്നം. ജോർജ് ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഈ അന്തസ്സില്ലായ്മയിൽ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് PV അൻവർ എന്ന് പറയുന്ന മുൻ കോൺഗ്രസ്സുകാരനെ PV അൻവർ എന്ന് പറയുന്ന അങ്ങനെ വലിയ രാഷ്ട്രീയ പശ്ചാത്തലമോ അല്ലെങ്കിൽ രാഷ്ട്രീയ നൈതികതയോ ധാർമ്മികതയോ ഒന്നും ഒരു കാലത്തും PV അൻവറിന് ഉണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. അത്രത്തോളം വലുതൊന്നും അദ്ദേഹം ഇതുവരെ പ്രകടിപ്പിച്ചിട്ടും തെളിയിച്ചിട്ടുമില്ല. എന്നിട്ടും വിജയസാധ്യത മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം മുൻ കോൺഗ്രസ്സുകാരനാണ് എന്നുള്ളത് ഒന്നും അതൊക്കെ നിങ്ങൾക്കറിയാം. അദ്ദേഹം വലിയ ധനാഢ്യനാണെന്നുള്ളത് അറിയാം. വ്യവസായിയാണ്, കച്ചവടക്കാരനാണ്.
ഇതൊക്കെ അറിഞ്ഞിരുന്നിട്ടും PV അൻവറിനെ വിജയസാധ്യത മാത്രം മുൻനിർത്തിയാണ് LDF നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത്. അല്ലാതെ അദ്ദേഹം മഹാനായ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വലിയ എന്താ പറയുക തത്വശാസ്ത്രങ്ങളോ ധാർമ്മികതയൊന്നും മുറുകെ പിടിച്ച ഒരാളെന്നുള്ള നിലയ്ക്കല്ല. നിലമ്പൂരിൽ അദ്ദേഹത്തെ നിർത്തിയാൽ UDF മുൻതൂക്കമുള്ള നിലമ്പൂർ പോലുള്ള ഒരു മണ്ഡലത്തിൽ LDF വിജയസാധ്യത വർദ്ധിക്കും എന്ന മുൻഗണന തന്നെയാണ് അൻവറിനെ സ്ഥാനാർത്ഥിയാക്കാൻ LDF പ്രേരിപ്പിച്ചത്. അത് ഒരു തവണ ജയിച്ചു, 2 തവണ ജയിച്ചു. പക്ഷെ എന്തുകൊണ്ടാണ് അൻവർ ഒരു സുപ്രഭാതത്തിൽ പാല് കൊടുത്ത കൈക്കിട്ട് തന്നെ തിരിഞ്ഞ് കടിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം LDF തിരിഞ്ഞത്? ഒരു ഘട്ടത്തിൽ എൻ്റെ പിതാവിനെ പോലെ ഞാൻ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അദ്ദേഹം തിരിഞ്ഞത്, ഇതിനൊന്നും UDF അല്ല ഉത്തരവാദികൾ. അതിൽ ആ പാർട്ടിക്കകത്ത് തന്നെയുള്ള അല്ലെങ്കിൽ ആ മുന്നണിക്കകത്ത് ഉണ്ടായിട്ടുള്ള ചില അന്തഛിദ്രങ്ങളാണ്. ഒന്നുകിൽ PV അൻവർ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു പരിഗണന ഒരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹത്തിന് കിട്ടാതെ വരുന്നു. അദ്ദേഹം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അതിനകത്ത് നിന്നുകൊണ്ട് ആഗ്രഹിക്കുന്ന അളവിലും തന്നെയാണ് താങ്കൾ പറഞ്ഞ പോലെ തന്നെ ഇന്നിപ്പോൾ UDF പ്രശ്നം. താങ്കൾ പറഞ്ഞ് ആഗ്രഹിക്കുന്നത് പോലെ കിട്ടാത്ത ഒരു മുന്നണി, അതാണ് LDF എന്ന്. ശരിയായിരിക്കും, ആഗ്രഹിക്കുന്ന പോലെ കിട്ടുന്ന മുന്നണി ആകണമെന്നില്ല LDF. ഇന്ന് പക്ഷേ ശ്രീ ജോർജ് പൊടിപാറ, താങ്കൾ പറഞ്ഞതിലൂടെ തന്നെ, താങ്കൾ നേരത്തെ പറഞ്ഞതിൻ്റെ രസമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഒരു പക്ഷേ ഇന്ന് UDF ഇന്ന് തന്നെ ഈ അൻവർ പറഞ്ഞതാണ്, അൻവർ വെച്ച ഉപാധികൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ആഭ്യന്തര മന്ത്രി സ്ഥാനം കിട്ടണം, പിന്നെ വനം വകുപ്പ് കിട്ടണം, 2 മണ്ഡലങ്ങൾ വേണം, ഇത്യാദി നിലപാടുകൾ മുന്നോട്ട് വെച്ച് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് സജീവനെ മാറ്റണം, പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് സതീശനെ മാറ്റണം എന്നടക്കമുള്ള കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വേണമെങ്കിൽ കാര്യമായിട്ട് അങ്ങ് സമ്മതിക്കാവുന്നേ ഉള്ളൂ. ഇപ്പം ഏറെക്കുറെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് 3-ാം സ്ഥാനത്ത് പ്രതിപക്ഷ നേതാ സ്ഥാനത്ത് ആര് വരുമെന്നുള്ള കാര്യത്തിലൊക്കെ ചർച്ചകൾ ഇവിടെ നടക്കുകയാണ്. ഈ അധികാരത്തിൽ തന്നെ വരാൻ സാധ്യതയില്ലാത്ത ഒരു മുന്നണിക്ക് വളരെ കൃത്യമായി ഉറപ്പ് കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ പോകാം. അതായത് ആഭ്യന്തരമന്ത്രി സ്ഥാനം കൊടുക്കാം. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില മണ്ഡലങ്ങൾ അൻവർ ചോദിക്കുകയും ചെയ്തു, അതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ താങ്കൾ പറഞ്ഞതിൽ നിന്ന് നമ്മൾ കണ്ടത്, ചർച്ച ചെയ്ത കുറേ വിഷയങ്ങളാണ്. അല്ല ശ്രീ ജോർജ് പൊടിപാറ, ചർച്ച ചെയ്തതാണ് അൻവർ വന്ന സാഹചര്യം, അൻവർ LDF നിന്നത്, ഇപ്പോൾ മാറിപ്പോയതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കറക്റ്റ് ചിത്രം തെളിഞ്ഞിരിക്കുന്നു. 10 പേർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്തുണ്ട്. ഇവിടെ നമ്മൾ വിഷയം എന്ന് പറയുന്നത് എന്താണ്? ഒരു മൂർത്തമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം, ഒരു രാഷ്ട്രീയ പ്രശ്നം. താങ്കൾ പറഞ്ഞ അന്തസ് എന്ന് പറയുന്നത് ആ അന്തസ്സില്ലായ്മയോടെ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്.